السلام عليكم. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان. أعوذ بكلمات الله التامات من كل شيطان وهمة ومن كل عين لامة. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي خلت خيلتي أدركني مرادي يا رسول الله. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي خلت خيلتي أدركني مرادي يا رسول الله. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي خلت خيلتي أدركني مرادي يا رسول الله. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي خلت خينتي أدركني مرادي يا رسول الله. സ്നേഹനിധികളായ എൻ്റെ മുത്തുമിനീങ്ങളെ, ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ സകലമായ പാപങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. അവന്റെ ഇഷ്ടദാസന്മാരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ആളുകളാണ് ഈ സയ്യിദിയ മജ്ലിസിലേക്ക് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ. അവരെ ചെറുതും വലുതുമായ എല്ലാ ഹലാലായ മുറാദിനെയും നീ ഹാസിലാക്കണം അല്ലാഹ്. അവരുദ്ദേശങ്ങൾ നീ സഫലീകരിക്കണല്ലോ, നീ പണിയിച്ചു കൊടുക്കണല്ലോ. ഈ മജ്ലിസിലിരിക്കുന്ന, ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന ധാരാളം ആളുകൾക്ക് പല മുറാദുകൾ മനസ്സിൽ കരുതിക്കൊണ്ട് ഈ സയ്യിദിയ മജ്ലിസിലിരിക്കുന്നവരുണ്ട് അല്ലോ. അവരെ മുറാദുകൾ നീ ഹാസിലാക്കണല്ലോ, അവരുടെ ഉദ്ദേശങ്ങൾ നീ സഫലീകരിക്കണല്ലോ, നീ നിറവേറ്റി കൊടുക്കണല്ലോ, നീ പണിയിച്ച് കൊടുക്കണല്ലോ, നീ പണിയിച്ച് കൊടുക്കണല്ലോ. നമ്മുടെ മജ്ലിസിൽ പങ്കെടുത്ത ധാരാളം ആളുകൾ ഇന്ന് ഖബറിലാണല്ലോ. അവരെ ഖബറിനെ നീ റാഹത്തിലാക്കണല്ലോ, സ്വർഗ സന്തോഷപൂരിതമാക്കണല്ലോ. കഴിഞ്ഞ കൊല്ലം ഈ സമയത്ത് നമ്മളെ മജ്ലിസിൽ പങ്കെടുത്തവര് 6 അടി മണ്ണിലാണ് റബ്ബ്. അവരെ ഖബറിനെ നീ റാഹത്തിലാക്കണല്ലോ. അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കണല്ലോ, മർഹമത്തേകണല്ലോ. മജ്ലിസിൽ പങ്കെടുക്കുന്നവരിൽ, നമ്മളെ മജ്ലിസിൽ പങ്കെടുക്കുന്ന ധാരാളം ആളുകൾ രോഗികളാണ്. അല്ലാഹുവേ, ഹജ്ജിലായ കാമിലായ പരിപൂർണ ശിഫ നീ നൽകണല്ലോ, ഈ ശിഫ നൽകണല്ലോ. ധാരാളം രോഗികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ക്യാൻസർ രോഗികള്, ഡയാലിസിസ് രോഗികള്, കിഡ്നി സംബന്ധമായ രോഗികള്, ലിവർ സംബന്ധമായ രോഗികള്, ഹൃദയ സംബന്ധമായ രോഗികള്,
കൺസംബന്ധമായ രോഗികള്, കേൾവി സംബന്ധമായ രോഗികള്, തലസംബന്ധമായ രോഗികള്, അല്ലാഹു എല്ലാവർക്കും പരിപൂർണ ശിഫ കൊടുക്കണം അല്ലാഹ്. ആജിലായ കാമിലായ പരിപൂർണ ശിഫയേകണേ അല്ലാഹ്, പരിപൂർണ ശിഫയേകണേ തമ്പുരാനെ ഇൻഷാ അല്ലാഹ്. നമ്മുടെ മജ്‌ലിസിൽ പങ്കെടുക്കുന്നവർ ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, കടത്തിൽ പ്രയാസമുള്ളവർ, അല്ലാഹുവേ എല്ലാവരുടെയും കടങ്ങൾ നീ വീട്ടാനുള്ള മാർഗ്ഗം എളുപ്പമാക്കണം അല്ലാഹ്. അല്ലാഹുവേ നീ എളുപ്പമാക്കണം അല്ലാഹ്. ഷഹീദിന്റെ പോലും പൊറുക്കാത്ത കടബാധ്യത അല്ലാഹ് ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാഹ്. മരിക്കുന്ന സമയത്ത് അല്ലാഹുവേ കടങ്ങളൊക്കെ വീട്ടി റാഹത്തോടുകൂടി കണ്ണടക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണം അല്ലാഹ്. നീ തൗഫീഖ് ഏകണം അല്ലാഹ്, നീ തൗഫീഖ് ഏകണേ തമ്പുരാനെ. പവിത്രമാക്കപ്പെട്ട ജമാദുൽ അവ്വൽ 12ാമത്തെ ദിനത്തിലാണ്. 12ാമത്തെ ദിനം മാത്രമല്ല, ഇന്ന് തിങ്കളാഴ്ച ദിവസം കൂടിയാണ്. തിങ്കളാഴ്ച ദിവസം, തിങ്കളാഴ്ചയുടെ മഹത്വം ഞാൻ ഈ മജ്‌ലിസിൽ ഇഞ്ഞൊരാൾക്കും പറഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. ഇഞ്ഞൊരാൾക്കും ഞാൻ മജ്‌ലിസിൽ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? തിങ്കളാഴ്ച മുത്തുനബി ജനിച്ച ദിവസമാണ്. മുത്തുനബി ജനിച്ച ദിവസമാണ്. അത് നോമ്പനുഷ്ഠിക്കൽ വലിയ സുന്നത്തുള്ളതാണ്. മുത്തുനബി നോമ്പനുഷ്ഠിച്ചിരുന്നു. സ്വഹാബത്തുൽ കിറാം ചോദിച്ചു, എന്തിനാണ് തങ്ങളെ തിങ്കളാഴ്ച നോമ്പനുഷ്ഠിക്കുന്നത്? മുന്നേ കുറേ പ്രാവശ്യം ഞാൻ പറഞ്ഞതാണ്. ഇത് കേൾക്കാൻ തിങ്കളാഴ്ചക്ക് എന്താ വലിയ മഹത്വം എന്ന് ചിന്തിക്കുന്നവർക്ക് വേണ്ടിയാണ്. മുത്തുനബി പറഞ്ഞത് എന്താണ്? ഉലിത്തു ഫീഹി, ഈ ദിവസമാണ് ഞാൻ ജനിച്ചത്. ഞാൻ ജനിച്ചത് തിങ്കളാഴ്ചയാണ്, അതുകൊണ്ട് ഞാൻ നോമ്പനുഷ്ഠിക്കുകയാണ്. അപ്പൊ മുത്തുനബി തിങ്കളാഴ്ച നോമ്പനുഷ്ഠിച്ചിരുന്നു. വലിയ സുന്നത്തുണ്ട്. തിങ്കളാഴ്ച നോമ്പനുഷ്ഠിക്കൽ വലിയ സുന്നത്താണ്, വലിയ സുന്നത്താണ്. ആരും ഒഴിവാക്കണ്ട. നമ്മുടെ മജ്‌ലിസിൽ പങ്കെടുക്കുന്ന ആരും ഒഴിവാക്കണ്ട, ആരും ഒഴിവാക്കണ്ട. നിങ്ങളെ നോമ്പനുഷ്ഠിച്ചോ. നമുക്ക് വേണ്ടതെന്താണ്? നമ്മുടെ മജ്‌ലിസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ദിക്ർ ചൊല്ലുക, ഇസ്തിഗ്ഫാർ ചൊല്ലുക. ആ പ്രാർത്ഥനയിലൊക്കെ പങ്കെടുത്ത പ്രഭാത സമയത്ത് നമ്മളെ പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞുകൊണ്ട് നമ്മൾ ദിക്ർ ചൊല്ലുകയാണ്, ഇസ്തിഗ്ഫാർ ചൊല്ലുകയാണ്, സ്വലാത്തുകൾ അധികരിപ്പിക്കുകയാണ്. പവറാക്കപ്പെട്ട വലിയ ശ്രേഷ്ഠതയുള്ള ചൊല്ലിയാൽ ഉത്തരമുള്ള സ്വലാത്ത്, അത് സ്വലാത്തുൽ ഫാത്തിഹ. സ്വലാത്തുൽ ഫാത്തിഹ അത് ചൊല്ലിയാൽ വലിയ ഉത്തരം കിട്ടും. നമ്മളെ കാര്യങ്ങൾ നടന്നു കിട്ടും, നമ്മളെ ആഗ്രഹങ്ങൾ പൂവണിഞ്ഞു കിട്ടും. നമ്മളെ പ്രയാസങ്ങൾ സ്വലാത്തുൽ ഫാത്തിഹ കൊണ്ട് ആ പ്രയാസങ്ങൾ ഇല്ലാതാവുന്ന നിങ്ങളെ ഇല്ലാതെയാകും. എല്ലാം അല്ലാഹു കരിയിച്ചു കളയും. നമ്മൾ തെറ്റുകൾ ചെയ്തവരാണ്, അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ജീവിതത്തിൽ ധാരാളം തെറ്റുകൾ വന്നുപോയവരാണ്. അല്ലാഹുവേ നീ പൊറുക്കണം അല്ലാഹ്. നമുക്കൊരു നിയ്യത്ത് വേണ്ടത്, നമ്മൾ ഹറാമല്ലാതെ ഞാൻ ഭക്ഷിക്കൂല, എൻ്റെ മക്കൾക്ക് ഞാൻ ഭക്ഷിക്കാൻ കൊടുക്കും. എല്ലാവർക്കും നിയ്യത്ത് വേണം. എവിടെന്നോ സമ്പാദിച്ചിട്ട് എങ്ങനെയോ സമ്പാദിച്ചിട്ട് കാര്യമില്ല. ഹലാലായ മുതല് ഉണ്ടാക്കുകയും അത് ഭക്ഷിക്കുകയും മക്കളെ കൊണ്ട് ഭക്ഷിക്കുകയും ചെയ്യണം. അതല്ലേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ആരെങ്കിലും ഒരു ഹറാമായിട്ടുള്ളൊരു വസ്തു വായിലേക്ക് വെച്ചാൽ, ഹറാമായ സമ്പാദ്യത്തിൽ നിന്നും ആരെങ്കിലും വായിലേക്ക് വെച്ചാൽ, ആ ഭക്ഷണം ഭക്ഷിച്ചാൽ, ലാ യഖ്ബലുല്ലാഹു അമലുഹു, അവന്റെ അമൽ അല്ലാഹു സ്വീകരിക്കില്ല. അവൻ വലിയ ഇബാദത്തുകാരനാണ്, നിസ്കാരക്കാരനാണ്, ഹജ്ജുണ്ട്, ഉംറയുണ്ട്, കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട് അവൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ദുആ ചെയ്തിട്ടുണ്ട്. അവന്റെ ദുആ വേണ്ട, അവന്റെ ഉംറയോ ഹജ്ജോ അല്ലാഹുക്ക് വേണ്ട, അവന്റെ ദിക്റുകളൊന്നും അല്ലാഹുക്ക് വേണ്ട. ലാ യക്ലിഫുൽ ലുഖുമത്തുൽ ഹറാമ, ഹറാം ഭക്ഷിച്ചാൽ പിന്നെ അല്ലാഹുക്ക് അവന്റെ ഒരു അമലും വേണ്ട. അതുകൊണ്ട് ഹലാലായ രൂപത്തിലൂടെയുള്ള സമ്പാദ്യമാണ് നമുക്ക് വേണ്ടത്. ഏത് നിലക്കെടുത്ത് നോക്കിയാലും ഹറാമി എന്നില്ല, ഹലാൽ എന്നില്ല, എങ്ങനെങ്കിലും കുറച്ചുണ്ടാക്കണം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ.
നമ്മുടെ മനസ്സുകളിലൊക്കെ ഓടുന്നത് എന്താണ്? എങ്ങനെങ്കിലും ഉണ്ടാക്കണം. ഭർത്താക്കന്മാരോട് പറയണം. എൻ്റെ സഹോദരിമാര് കേൾക്കുന്നുണ്ടെങ്കിൽ മുത്തനബി പറഞ്ഞതാണ്, ഒരടിമ ഹറാമായത് ഭക്ഷിച്ചാൽ അവന്റെ ഒരു നിസ്കാരമോ ഒരു കാര്യമോ അള്ളാഹ്ക്ക് വേണ്ട. പിന്നെ എവിടെയാണ് നമുക്ക് ബർക്കത്ത് ഉണ്ടാവുക? പിന്നെ എപ്പോഴും നമുക്ക് കടമല്ലേ? എവിടുന്നാണ് കടം എന്ന് അന്വേഷിക്കുന്നതിന് മുമ്പ് നാം ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മളിൽ എന്തെങ്കിലും ഹറാമ് വന്നിട്ടുണ്ടോ? നമ്മളെ മക്കൾക്ക് നമ്മൾ എന്തെങ്കിലും ഹറാമ് ഭക്ഷിപ്പിക്കുന്നുണ്ടോ എന്ന് ചിന്തിച്ചാൽ മതി. നമ്മൾ ഇത്തരം പ്രയാസങ്ങളുടെയും പ്രശ്നങ്ങളുടെയും ഒരു അട്ടി നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു കാത്ത് സംരക്ഷിക്കട്ടെ. അള്ളാഹു നമുക്ക് കാവലേകട്ടെ. ഇത്തരം പ്രയാസങ്ങളെ തൊട്ട് ഹറാം അല്ലാഹുവേ നീ ഭക്ഷിപ്പിക്കല്ല. നീ ഭക്ഷിപ്പിക്കല്ല. ഹലാലായ മാർഗത്തിലൂടെയുള്ള സമ്പത്തും സമ്പാദ്യവും ഭക്ഷണവും അല്ലാഹ് ഞങ്ങൾക്ക് നീ നൽകണമല്ലോ. നീ നൽകണേ തമ്പുരാൻ. കൂടുതലൊന്നും പറയുന്നില്ല. ചിന്തിക്കാനും നിങ്ങൾക്ക് ഉൾക്കൊള്ളാനും വേണ്ടി ഒരു കാര്യം പറഞ്ഞെന്ന് മാത്രം. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു ഖബൂലാക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ മജ്ലിസിലേക്ക് കടക്കാണ്. എല്ലാവരും ആത്മാർത്ഥമായും ഇഖ്ലാസോടുകൂടി പങ്കെടുക്കുക. അള്ളാഹു സ്വീകരിക്കട്ടെ. إلى حضرة حبيبنا وشفيعنا مصطفى محمد صلى الله عليه وسلم الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. إلى حضرة سيدنا وسندنا قطب الرباني والعوس السمداني ملاذنا الشيخ محي الدين عبد القادر الجيلاني قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا سلطان العارفين أحمد الكبير الرفائي قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا أبو الحسن الشاذلي قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا فقر الديما والسلواري قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين
الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا سلطان الهند خواجہ معين الدين الجسطي الأجميري قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا إبراهيم بادشاه يربدي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا شاه الأميد الناوري قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا داود الحكيم الطفيلي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا قطب الزمان السيد علوي المنفرمي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا قطب الزمان جدي باحث الزمن الليل كدلندي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا سليمان جن قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا سيم مدبوري قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. أرحم الراحمين
റഹ്മുറാഹിമീനായ രാജാധിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ് ഞങ്ങളെ വിളിച്ചായിട്ടുള്ള ഫാത്തിഹയെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റൗള ശരീഫിലേക്ക് നീ എത്തിക്കണം അല്ലാഹ്. അല്ലാഹുവേ മഹാന്മാരായ ഔലിയാക്കളെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണം അല്ലാഹ്. റഹ്മുറാഹിമീനായ തമ്പുരാനെ അല്ലാഹുവേ ഫാത്തിഹയുടെ ഹഖ് ജാഅ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ സകലമാന പ്രയാസങ്ങൾ നീ മാറ്റി നൽകണം അല്ലാഹ്. ഞങ്ങളെ ബുദ്ധിമുട്ടുകൾ നീ തീർത്ത് നൽകണം അല്ലാഹ്. ജീവിതത്തിൽ ഖൈർ നൽകണം അല്ലാഹ്. എല്ലാ ശർറുകളും നീ വിദൂരത്താക്കണം അല്ലാഹ്. എല്ലാ ശർറുകളും നീ വിദൂരത്താക്കണം അല്ലാഹ്. ഖൈർ അല്ലാഹുവേ നീ അടുപ്പിച്ച് നൽകണം അല്ലാഹ്. ഖൈറിന്റെ കവാടങ്ങൾ അല്ലാഹ് ഞങ്ങൾക്ക് നീ തുറന്നിട്ട് നൽകണം അല്ലാഹ്. ഞങ്ങൾക്ക് നീ തുറന്നിട്ട് നൽകണം അല്ലാഹ്. ഈ മജ്‌ലിസിൽ പങ്കെടുക്കുന്നവർക്ക് ധാരാളം പ്രയാസങ്ങളും ധാരാളം പ്രതിസന്ധികളും ഉണ്ട് അല്ലാഹ്. അല്ലാഹുവേ നീ തീർത്ത് നൽകണം അല്ലാഹ്. ജീവിത വിജയികളിൽ ചേർക്കണം അല്ലാഹ്. ജീവിത വിജയികളിൽ അല്ലാഹ് ഞങ്ങളെ നീ ചേർക്കണേ തമ്പുരാനേ. ഇൻഷാ അല്ലാഹ് നമ്മൾ ദിക്റിലേക്ക് കടക്കാണ്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി എൻ്റെ കൂടെ ചൊല്ല. ദിക്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട ദിക്ർ, നമ്മളെല്ലാ മജ്‌ലിസിലും നമ്മൾ ചൊല്ലുന്നതായിട്ടുള്ള ദിക്ർ, എപ്പോഴും നമ്മൾ പതിവാക്കേണ്ട ദിക്ർ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ദിക്ർ, ഏറ്റവും ഇഷ്ടപ്പെട്ട ദിക്ർ, മിസാൻ എന്ന തുലാസിൽ ഏറ്റവും ഭാരം കൂടുന്നതായിട്ടുള്ള ദിക്ർ ഏതാണ്? ആ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്, 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 ലാ ഇലാഹ ഇല്ലല്ലാഹ്. അർഹമുറാഹിമീനായ രാജാധിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ് നമ്മൾ ചൊല്ലിയതായിട്ടുള്ള ഈ ദിക്റിനെ അല്ലാഹുവിനെ സ്വീകരിക്കണം അല്ലാഹ്. ഈ തഹ്ലീൽ നീ സ്വീകരിക്കണം അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾ മരണപ്പെട്ടു പോയവരുടെ ഖബറിലേക്ക് നീ എത്തിക്കണം അല്ലാഹ്. ഞങ്ങൾ ചൊല്ലിയതും പറഞ്ഞതുമായിട്ടുള്ളതിന്റെ മിസ്ൽ സവാബ് അല്ലാഹുവേ ഞങ്ങൾ മരണപ്പെട്ടു പോയവരുടെ ഖബറിലേക്ക് നീ എത്തിക്കണം അല്ലാഹ്. അല്ലാഹുവിന്റെ ഖബറിനെ നീ പ്രകാശിപ്പിക്കണം അല്ലാഹ്. നീ പ്രകാശിപ്പിക്കണം അല്ലാഹ്. അല്ലാഹു ഞങ്ങളെ മാതാപിതാക്കൾ ഇന്ന് ഖബറിലാണ് അല്ലാഹ്. അല്ലാഹു
അല്ലാഹുവേ നീ മഗ്ഫിറത്ത് കൊടുക്കണല്ലോ, നീ മർഹമത്ത് കൊടുക്കണല്ലോ. അല്ലാഹുവേ ഖബർ ജീവിതം നീ റാഹത്തിലാക്കണല്ലോ. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾക്കും മരിക്കാനുള്ളതാണല്ലോ, ഞങ്ങളും മൗത്താകുമല്ലോ. അല്ലാഹുവേ ആ സമയത്ത് മുഖത്ത് ഈമാനിന്റെ പ്രഭ നൽകണല്ലോ, ഖബറിൽ രക്ഷ നൽകണല്ലോ. നിന്റെ മലാക്കന്മാരുടെ സഹായം ഖബറിൽ നൽകണല്ലോ, ഖബറിൽ നൽകണല്ലോ, ഖബറിൽ നൽകണേ തമ്പുരാനേ. ഇൻഷാ അല്ലാഹ് ഇനി മജ്ലിസിൽ ചൊല്ലുന്ന അടുത്ത ദിക്ർ യാ ഹയ്യ യാ ഖയ്യൂം, 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 യാ ഹയ്യ യാ ഖയ്യൂം. റഹ്മാനായ രാജാധിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹുവേ ഞങ്ങൾ ഈ ചൊല്ലിയ ദിക്ർ നീ സ്വീകരിക്കണമല്ലോ, അല്ലാഹുവേ നീ ഖബൂലാക്കണമല്ലോ. ഈ സയ്യിദി മജ്ലിസിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട്, ഈ ദിക്റിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട്, മഹാന്മാരായ ഔലിയാക്കളുടെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട്, നമ്മുടെ ഉപ്പാപ്പമാരുടെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവർക്ക് നീ പ്രയാസങ്ങൾ കൊടുക്കല്ലോ അല്ലാഹ്, നീ വിഷമങ്ങൾ കൊടുക്കല്ലോ അല്ലാഹ്. അല്ലാഹുവേ വിഷമങ്ങളും പ്രയാസങ്ങളും ഇടങ്ങേറുകളും മുസീബത്തുകളും എല്ലാ ബലാകളും നീ തീർത്തു കൊടുക്കണമല്ലോ, ജീവിത വിജയികളിൽ ചേർക്കണമല്ലോ. കടമുള്ളവർ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവരുണ്ട് അല്ലാഹ്, വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണമല്ലോ. ലക്ഷക്കണക്കിന് കടമുള്ളവര്, കോടിക്കണക്കിന് കടമുള്ളവര് അല്ലാഹുവിനെ വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണമല്ലോ. അതിന്റെ ത്വരീഖ് നീ എളുപ്പമാക്കി കൊടുക്കണമല്ലോ, എളുപ്പമാക്കി കൊടുക്കണേ തമ്പുരാനേ. ഇൻഷാ അല്ലാഹ് അടുത്ത ദിക്ർ ഈ മജ്ലിസിൽ ചൊല്ലുന്ന അടുത്ത ദിക്ർ യാദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം, യാദൽ ജലാലി വൽ ഇക്റാം ഇത്നാ 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 അലാ ദീനിൽ ഇസ്ലാം, യാദൽ ജലാലി വൽ ഇക്റാം
على دين الإسلام يا ذا الجلال والإكرام 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 أمتنا على دين الإسلام الرحم الراحمين يا رجاء രാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മലൂക്കായ അല്ലാഹുവേ ഞങ്ങൾ ഈ ചൊല്ലിയതായിട്ടുള്ള ദിക്റിനെ നീ സ്വീകരിക്കണം അല്ലാഹ് ഞങ്ങളുടെ പ്രയാസങ്ങൾ നീ മാറ്റി നൽകണം അല്ലാഹ് ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ നീ തീർത്ത് നൽകണം അല്ലാഹ് അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലിയതായ ദിക്ർ നീ സ്വീകരിക്കണം അല്ലാഹ് ജീവിതത്തിൽ ഖൈറുകൾ നൽകണം അല്ലാഹ് ജീവിതത്തിൽ ഖൈർ നൽകണം അല്ലാഹ് അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഈമാൻ നൽകണം അല്ലാഹ് ഇഖ്ലാസ് ഞങ്ങൾക്ക് നീ നൽകണം അല്ലാഹ് ഇബാദത്തിന് നല്ല ഖുശൂ നൽകണം അല്ലാഹ് നല്ല ഇഖ്ലാസ് നൽകണം അല്ലാഹ് നല്ല ആത്മാർത്ഥത നൽകണം അല്ലാഹ് ആത്മാർത്ഥത ഞങ്ങൾക്ക് നീ നൽകണം അല്ലാഹ് അല്ലാഹുവേ പ്രയാസങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ് ഞങ്ങളെല്ലാ ആഗ്രഹങ്ങളും ഞങ്ങളെല്ലാ മുറാദുകളും നീ സഫലീകരിക്കണം അല്ലാഹ് ഈ വലിയതായി മജ്ലിസിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് മഹാന്മാരുടെ കാവലുള്ള ഈ മജ്ലിസിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ നീ വിജയം നൽകണം അല്ലാഹ് അല്ലാഹുവേ ഞങ്ങളെ മക്കൾക്ക് അല്ലാഹ് നീ വിജയം നൽകണം അല്ലാഹ് അല്ലാഹു ഞങ്ങളെ ഭർത്താക്കന്മാർക്ക് നീ വിജയം നൽകണം അല്ലാഹ് ഞങ്ങളെ ഭാര്യമാർക്ക് നീ വിജയം നൽകണം അല്ലാഹ് അല്ലാഹുവിന്റെ ജോലിയിലെല്ലാം നീ ബർക്കത്ത് നൽകണം അല്ലാഹ് ജോലിയിലെല്ലാം നീ വിജയം നൽകണം അല്ലാഹ് ജോലിയിലെല്ലാം നീ വിജയം നൽകണേ തമ്പുരാനേ സലാത്തുൽ ഫാത്തിഹ ചൊല്ലാം സലാത്തുൽ ഫാത്തിഹ ആത്മാർത്ഥമായി ചൊല്ലാം اللهم صل على سيدنا محمد الفاتح لما ولق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما ولق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح
الفاتح لما علق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما علق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما علق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما علق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما علق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما علق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما علق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما علق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما علق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما علق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما علق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما علق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما علق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما علق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما علق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما علق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما علق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما علق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما علق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما علق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما علق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم الرحمن الراحمين يا രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലിയതായിട്ടുള്ള ഈ സ്വലാത്തുൽ ഫാത്തിഹയെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശറഫാക്കപ്പെട്ട ആ റൗള ശരീഫിലേക്ക് നീ എത്തിക്കണം അല്ലാഹ്. അതിന്റെ ഹഖ് ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ സകലമാന പ്രയാസങ്ങൾ നീ മാറ്റി നൽകണം അല്ലാഹ്.
ഞങ്ങളെ ബുദ്ധിമുട്ടുകളെ നീ തീർത്ത് നൽകണമല്ലോ. ജീവിത വിജയികളിലല്ലോ ഞങ്ങളെ നീ ചേർക്കണമല്ലോ. ഞങ്ങളെ നീ ചേർക്കണമല്ലോ. ദുനിയാവിലുള്ള സകലമായ ആളുകൾ ഞങ്ങളെ വെറുത്താൽ ഞങ്ങൾക്കൊരു പ്രയാസവുമില്ല അല്ലോ. നീ ഞങ്ങളെ വെറുക്കല്ല അല്ലോ. നീ ഞങ്ങളെ കൈവടിയല്ല തമ്പുരാനെ. നീ ഞങ്ങളെ കൈവിടല്ല അല്ലോ. ഞങ്ങളെ കൈവടിയല്ല തമ്പുരാനെ. ദുനിയാവിലുള്ള സകലമായ ആളുകൾ ഞങ്ങൾ ഇട്ടം വെച്ചാലും ഞങ്ങൾക്കത് കൊണ്ടൊരു നേട്ടവുമില്ലല്ലോ. നീ ഞങ്ങളെ ഇഷ്ടം വെക്കണല്ലോ. അല്ലാഹുവേ ഞങ്ങളെ നീ വെറുതെയാക്കല്ലോ. ഞങ്ങളെ നീ വെറുതെയാക്കല്ലോ. ഈ മജ്‌ലിസിനെ നീ വെറുതെയാക്കല്ലോ. നീ വെറുതെയാക്കല്ലോ. ഇൻഷാ അല്ലാഹ് ഇനി മജ്‌ലിസിന്റെ കമന്റ് സെക്ഷനിൽ വന്ന കുറച്ച് ദുആ വസിയത്തുകൾ വായിച്ച് നമുക്ക് കൂട്ടമായി ദുആ ചെയ്ത് പിരിയാം. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മജ്‌ലിസിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും നീക്കി തരാൻ ദുആ ചെയ്യണം. പ്രത്യേകം ദുആ ചെയ്യണം. സിഹ്ർ കൊണ്ട് വിഷമിക്കുന്ന കുടുംബമാണ്. അവിടെ വന്ന് ഞങ്ങൾ ബാത്തിലാക്കിയിരുന്നു. അല്ലാഹുവേ ബാത്തിലിയത്ത് കൊടുക്കണമല്ലോ. നീ ബാത്തിലിയത്ത് കൊടുക്കണമല്ലോ. അല്ലാഹുവേ പ്രയാസങ്ങൾ നീ മാറ്റി കൊടുക്കണമല്ലോ. ഈ മജ്‌ലിസിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് അവിടെ പ്രയാസങ്ങളും ഓരോ പ്രശ്നങ്ങളും അല്ലാഹുവേ നീ പരിഹരിച്ചു കൊടുക്കണമല്ലോ. അല്ലാഹുവേ ജീവിതത്തിൽ വലിയ ഉയർച്ച കൊടുക്കണമല്ലോ. ജീവിതത്തിലെ പ്രതിസന്ധികൾ നീ മാറ്റി കൊടുക്കണമല്ലോ. മരുമകന്റെയും മകളുടെയും പേരക്കുട്ടികളുടെയും എല്ലാം അസുഖങ്ങളും പ്രയാസങ്ങളും മാറി ജീവിതം സന്തോഷത്തിലാവാൻ ദുആ ചെയ്യണം ഞങ്ങളെ. അല്ലാഹുവേ പ്രയാസങ്ങൾ നീ മാറ്റി കൊടുക്കണമല്ലോ. ബുദ്ധിമുട്ടുകൾ നീ തീർത്ത് കൊടുക്കണമല്ലോ. ജീവിത വിജയികളിൽ നീ ചേർക്കണേ റബ്ബേ. നീ ചേർക്കണേ തമ്പുരാനെ. തങ്ങളെ കടം കൊണ്ട് ഭയങ്കര പ്രയാസമാണ് തങ്ങളെ. ദുആ ചെയ്യണം തങ്ങളെ. ഭർത്താവിന്റെ നടുവേദനയും കാലുവേദനയും അതിനു വേണ്ടി ദുആ ചെയ്യണം. മക്കള് സ്വാലിഹീങ്ങളാവാൻ വേണ്ടി ദുആ ചെയ്യണേ. അല്ലാഹുവേ പൊന്നുമക്കളെ സ്വാലിഹീങ്ങളിൽ ചേർക്കണമല്ലോ. കടങ്ങളെ വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണമല്ലോ. അല്ലാഹുവേ ഭർത്താവിന്റെ രോഗങ്ങൾക്ക് നീ ആജിലായ കാമിനായ പരിപൂർണ ശിഫ കൊടുക്കണമല്ലോ. ശിഫയേകണേ തമ്പുരാനെ. അപകടങ്ങളിൽ നിന്നും അക്രമങ്ങളിൽ നിന്നും എനിക്കും എൻ്റെ കുടുംബത്തിനും രക്ഷ കിട്ടാനും ദീർഘായുസ് കിട്ടാനും ദുആ ചെയ്യണേ. അല്ലാഹുവേ അപകടങ്ങളിൽ അല്ലാഹു നീ കാവലേകണമല്ലോ. പ്രയാസം നീ മാറ്റി കൊടുക്കണമല്ലോ. ദീർഘായുസ്സും ആഫിയത്തും നീ പ്രദാനം ചെയ്യണമല്ലോ. നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. തങ്ങളെ മകന് ഹൈറായ ജോലിയും വിവാഹവും പെട്ടെന്ന് ഹൈറായി കിട്ടാൻ സന്തോഷമുള്ള കുടുംബജീവിതം കിട്ടാൻ ദുആ ചെയ്യണം തങ്ങളെ. അല്ലാഹുവേ ഹൈറായ കുടുംബജീവിതം നീ പ്രദാനം ചെയ്യണേ അല്ലാ. പ്രദാനം ചെയ്യണേ അല്ലാ. ഹൈറായ സ്വാലിഹത്തായ ഒരു ഇണയെ നീ അടുപ്പിക്കണമല്ലോ. മരിച്ചുപോയ ഉമ്മ ഉപ്പ വല്യുമ്മ വല്യപ്പമാർ അമ്മായിമാർ മറ്റു വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യണം തങ്ങളെ. അല്ലാഹുവേ അവരുടെ ഖബറിനെ നീ റാഹത്തിനാക്കണമല്ലോ. സ്വർഗ്ഗ സന്തോഷപൂരിതമാക്കണമല്ലോ. സ്വർഗ്ഗത്തിൽ നിന്നൊരു ഫിറാശ് അവരെ ഖബറുകളിലേക്ക് നീ തുറന്നിട്ട് കൊടുക്കണമല്ലോ. നീ തുറന്നിട്ട് കൊടുക്കണേ തമ്പുരാനെ. മഹത്തുക്കളുടെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് ഇരുലോകത്തു ഞങ്ങളെ വിജയിപ്പിക്കണേ നാഥാ. വളരെ വിഷമത്തിലാണ്. എനിക്കും എൻ്റെ മക്കൾക്കും വേണ്ടി ദുആ ചെയ്യണം ഞങ്ങളുപ്പാ. അല്ലാഹുവേ അല്ലാഹുവേ മഹാന്മാരായ ഔലിയാക്കളുടെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹ് നീ വിജയം നൽകണമല്ലോ. ഈ മജ്‌ലിസിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും നീ വിജയം കൊടുക്കണമല്ലോ. വിജയികളിൽ ചേർക്കണേ തമ്പുരാനെ. മക്കൾ തമ്മിൽ ഐക്യവും സ്നേഹവും ഉണ്ടാവാൻ ജോലിയിൽ ബർക്കത്തുണ്ടാവാൻ ദുആ ചെയ്യണേ. അല്ലാഹുവേ മക്കൾ തമ്മിൽ നീ ഐക്യം നീ പ്രദാനം ചെയ്യണമല്ലോ. ജോലിയിൽ ബർക്കത്ത് കൊടുക്കണമല്ലോ. അഭിവൃദ്ധി കൊടുക്കണേ തമ്പുരാനെ. അസ്സലാമു അലൈക്കും. തങ്ങളെ എൻ്റെ ഉമ്മച്ചാടെ രോഗം ശിഫയാവാൻ ദുആ ചെയ്യണേ. അല്ലാഹുവേ ആജിലായ കാമിലായ പരിപൂർണ ശിഫ കൊടുക്കണേ തമ്പുരാനെ. എൻ്റെ ഭർത്താവിൻ്റെ ജോലിയിൽ ബർക്കത്തുണ്ടാവാനും മകളുടെ പഠനത്തിൽ പുരോഗതി ഉണ്ടാവാനും കടങ്ങൾ വീടാനും ഞങ്ങളെ പ്രത്യേകമായി ദുആ ചെയ്യണേ. അല്ലാഹുവേ ഭർത്താവിൻ്റെ ജോലിയിൽ ബർക്കത്ത് കൊടുക്കണമല്ലോ.
അല്ലാഹുവേ പഠനത്തിൽ വലിയ പുരോഗതി കൊടുക്കണമല്ലോ, ഉയർച്ച കൊടുക്കണമല്ലോ. കടങ്ങൾ വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണേ തമ്പുരാനെ. ഭർത്താവിന്റെ കള്ളുകുടിയും മറ്റു ഹറാമുകളും മാറിക്കിട്ടാൻ ഞങ്ങളിപ്പാ വിഷമത്തിലും പ്രയാസത്തിലുമാണ് ഞങ്ങളിപ്പാ ദുആ ചെയ്യണേ. ഭർത്താവിന്റെ കള്ളുകുടി ദുശീലങ്ങൾ നീ മാറ്റി കൊടുക്കണമല്ലോ. അല്ലാഹുവേ സ്വാലിഹീങ്ങളിൽ ചേർക്കണേ തമ്പുരാനെ. മജ്ലിസിന്റെ ഹക്ക് ബർക്കത്തുണ്ട്, ബിസിനസ്സിൽ ബർക്കത്തുണ്ടാവാൻ ദുആ ചെയ്യണേ. അല്ലാഹുവേ ബർക്കത്ത് കൊടുക്കണമല്ലോ, നിഅമത്തേകണേ തമ്പുരാനെ. ആങ്ങളുടെ വീട് പണി പെട്ടെന്ന് തുടങ്ങാനും വേഗത്തിൽ എല്ലാ പേപ്പറുകളും റെഡിയാകാനും വീട് പണി വേഗത്തിൽ പൂർത്തിയാവാൻ ഞങ്ങളെ ദുആ ചെയ്യണേ. അല്ലാഹുവേ ആ വീട് എത്രയും പെട്ടെന്ന് നീ പൂർത്തീകരിച്ചു കൊടുക്കണമല്ലോ, നീ പൂർത്തീകരിച്ചു കൊടുക്കണമല്ലോ. ഹൈറായ നിലയിൽ അവിടെ താമസമാക്കാനും ആ വീട്ടിലേക്ക് പരിപൂർണ നിലയിൽ വീട്ടിലേക്ക് കയറിയിരിക്കാനുമുള്ള ഭാഗ്യം നീ കൊടുക്കണമല്ലോ. അതിനുള്ള ആരോഗ്യവും ആഫിയത്തും സമ്പത്തും നീ പ്രദാനം ചെയ്യണമല്ലോ. അപകടങ്ങളിൽ നിന്നും അക്രമങ്ങളിൽ നിന്നും എനിക്കും ദുആ ചെയ്യണേ അല്ലാഹുവേ. അപകടങ്ങളിൽ നിന്നും അക്രമങ്ങളിൽ നിന്നും അല്ലാഹു നീ കാത്ത് സംരക്ഷിക്കണമല്ലോ. ഭർത്താവിന്റെ മനസ്സ് നന്നാവാൻ ദുആ ചെയ്യണേ, മകന്റെ മനസ്സ് നന്നാവാൻ ദുആ ചെയ്യണേ. അല്ലാഹു അവരുടെ എല്ലാവരും മനസ്സ് നന്നാക്കി കൊടുക്കണമല്ലോ. ഇക്കാക്ക് നല്ലൊരു ജോലി കിട്ടാൻ ദുആ ചെയ്യണേ, മക്കൾക്ക് പഠിപ്പുണ്ടാവാൻ ദുആ ചെയ്യണേ, ഭർത്താവിന് എത്രയും പെട്ടെന്ന് വിസ അടിച്ചു കിട്ടാൻ ദുആ ചെയ്യണേ. ദുആ ഉൾപ്പെടുത്തണേ. പരപ്പങ്ങാടിൽ നിന്നാണ് ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്. എൻ്റെ ഭാര്യയുടെ പൈശാചികമായ ഉപദ്രവം ബുദ്ധിമുട്ട് മാറാൻ, രോഗങ്ങളെല്ലാം ശിഫയായി കിട്ടാൻ ദുആ ചെയ്യണം അല്ലാഹു. പൈശാചികമായ എല്ലാ ഉപദ്രവവും നീ ബാത്തിലാക്കി കൊടുക്കണം അല്ലാഹു. അസ്സലാമു അലൈക്കും. ഭർത്താവിനെ നിസ്കരിക്കാൻ നമുക്ക് ദുആ ചെയ്യണേ. മക്കൾ നന്നാവാൻ ദുആ ചെയ്യണേ. മക്കൾ നന്നാവാനും കടങ്ങൾ വിടാനും ഭർത്താവും മക്കളും നിസ്കരിക്കാനുള്ള മനസ്സുണ്ടാവാൻ ദുആ ചെയ്യണേ ഇൻഷാ അല്ലാഹ്. തങ്ങളിപ്പോൾ ആ മജ്ലിസിന്റെ ഹക്ക് ജാബർക്കത്തുണ്ട് എല്ലാ വിഷമങ്ങളും മാറാൻ ദുആ ചെയ്യണേ. മോൻക്ക് ജോലി ശരിയാവാൻ ദുആ ചെയ്യണേ. മുറാദുൽ ഹസിലാവാൻ ദുആ ചെയ്യണേ ഇൻഷാ അല്ലാഹ്. എൻ്റെ ശരീരത്തിലെ അടയാളങ്ങൾ മാറാൻ ദുആ ചെയ്യണേ, പ്രയാസങ്ങൾ മാറാൻ ദുആ ചെയ്യണേ. ദുആപ്പെടുത്തണേ ഞങ്ങളിപ്പോ ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്. എല്ലാവരുടെയും വിഷമങ്ങളും പ്രയാസങ്ങളും എടങ്ങേറുകളും ബുദ്ധിമുട്ടുകളും നീ മാറ്റി കൊടുക്കണമല്ലോ. ജീവിതത്തിൽ വലിയ റാഹത്ത് കൊടുക്കണമല്ലോ, ജീവിതത്തിൽ വലിയ ഐക്യം കൊടുക്കണമല്ലോ, മനസ്സമാധാനം കൊടുക്കണമല്ലോ, ഉയർച്ച കൊടുക്കണമല്ലോ, ഉയർച്ച കൊടുക്കണമല്ലോ. ഉയർച്ച നീ കൊടുത്തനുഗ്രഹിക്കണേ തമ്പുരാനേ. നമ്മൾ ദുആയിലേക്ക് കടക്കുകയാണെങ്കിൽ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി ആമീൻ പറയാ. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു ഖബൂലാക്കട്ടെ ഇൻഷാ അല്ലാഹ്. آمين. الحمد لله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد الفاتح لما علق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. يا رحمن يا الله، يا ملك يا الله، يا قدوس يا الله، يا سلام يا الله، يا مؤمن يا الله، يا معين يا الله، يا عزيز يا الله، يا جبار يا الله، يا متكبر يا الله، يا خالق يا الله، يا رافع يا الله، يا مذل يا الله، يا سميع يا الله، يا ذا الجلال والإكرام يا الله. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. يا ودود يا ودود يا ودود يا الله. أرحم الراحمين يا راجاد راجناയ മലിക്കുൽ ജബ്ബാറായ മലിക്കുൽ മുലൂക്കായ അല്ലാഹ്, ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. അർഹമർ റഹീമീനായ തമ്പുരാനെ, അടിമകളായി ഞങ്ങൾ യജമാനനായി നിന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങളെ നീ ഖൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ്, നീ ഖൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ്, നീ ഖൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ്. ഞങ്ങളെ ഹൃദയങ്ങളെ നീ ശുദ്ധീകരിക്കണേ അല്ലാഹ്, ഹൃദയങ്ങളെ നീ ശുദ്ധീകരിക്കണേ അല്ലാഹ്. ഹസദില്ലാത്ത കിബ്റില്ലാത്ത നല്ല
ശുദ്ധമായ ഹൃദയങ്ങളാക്കണേ അല്ലാ, ഹൃദയങ്ങളാക്കണേ തമ്പുരാനെ. ഈ പവിത്രമാക്കപ്പെട്ട ദിനത്തിൽ അല്ലാ ഞങ്ങളിതാ എന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. ഞങ്ങളുടെ ദുആക്ക് നീ ഉത്തരം നൽകണേ അല്ലാ, ഉത്തരം നൽകണേ തമ്പുരാനെ. ഞങ്ങളെ മജ്ലിസിൽ ഞങ്ങൾ ചൊല്ലിയ ദിക്റുകളെ നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. ധാരാളം മുറാദുകൾ അവർ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവരുണ്ട് അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. ഈ ദിവസത്തിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട്, മാസത്തിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ, ഞങ്ങളിൽ കഴിഞ്ഞു പോയ മാസത്തിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ അവരെ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാ, അവരുടെ ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ച് നൽകണേ അല്ലാ. ധാരാളം മുറാദുള്ളവർ തങ്ങളെ ദുആ ചെയ്യണേ, മജ്ലിസിൽ പ്രത്യേകമായി ദുആ ചെയ്യണേ എന്ന് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. അവരെ മുറാദ് അല്ലാ ഞാൻ പറയാതെ തന്നെ നിനക്കറിയാമല്ലോ തമ്പുരാനെ, നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ, നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. നമ്മളെ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നവര് എൻ്റെ സഹോദരിമാര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. ഭർത്താക്കന്മാരെ കാര്യം പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എൻ്റെ സഹോദരിമാരുണ്ട് അല്ലാ. ഭർത്താക്കന്മാരെ നന്നാക്കണേ അല്ലാ. അല്ലാഹുവേ അവർക്ക് ഹൈറായ ജോലി കൊടുക്കണേ അല്ലാ, ജോലി ഉള്ളവർക്ക് അല്ലാ അതിൽ വലിയ ബർക്കത്ത് കൊടുക്കണേ അല്ലാ, അഭിവൃദ്ധി കൊടുക്കണേ അല്ലാ, അഭിവൃദ്ധി കൊടുക്കണേ അല്ലാ. അല്ലാഹു അവരെ ദുശീലങ്ങളെ നീ മാറ്റി കൊടുക്കണേ അല്ലാ, അവരെ സ്വഭാവങ്ങളെ നീ നന്നാക്കണേ അല്ലാ, അവരെ ജീവിതത്തിൽ ഐക്യം നീ പ്രദാനം ചെയ്യണേ അല്ലാ. റാഹത്തോടുകൂടി മനസ്സമാധാനത്തോടുകൂടി മരണം വരെ ജീവിക്കാൻ അവർക്ക് ഭാഗ്യം കൊടുക്കണേ അല്ലാ. മക്കളെ കാര്യം പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എൻ്റെ സഹോദരിമാരുണ്ട് അല്ലാ, എൻ്റെ സഹോദരന്മാരുണ്ട് അല്ലാ. മക്കളെ നന്നാക്കണേ അല്ലാ, റൗഡികളും തമ്മാടികളും ആക്കല്ലേ അല്ലാ. ലഹരിക്കടിമപ്പെടുന്ന മക്കളാക്കി ഞങ്ങളെ മക്കളെ മാറ്റില്ല അല്ലാ. മക്കളെ കാരണത്താൽ കണ്ണീര് വാർക്കേണ്ട ഒരവസ്ഥ അല്ലാഹുവേ മജ്ലിസ് കാണുന്ന ഒരു മാതാപിതാക്കൾക്കും അല്ലാഹുവേ നീ കൊടുക്കല്ലേ അല്ലാ, നീ കൊടുക്കല്ലേ അല്ലാ. റൗഡികളാക്കല്ലേ അല്ലാ, തമ്മാടികളാക്കല്ലേ അല്ലാ. വീടിനും നാട്ടുകാർക്കും വീട്ടുകാർക്കും ഉപകരിക്കുന്ന നല്ല സ്വാലിഹീങ്ങളായ മക്കളെയാക്കണേ അല്ലാ, മക്കളാക്കണേ അല്ലാ, മക്കളാക്കണേ അല്ലാ. കടമാണ് തങ്ങളെ, വലിയ പ്രയാസത്തിലാണ് തങ്ങളെ, ലക്ഷക്കണക്കിന് കടമുണ്ട്, കോടിക്കണക്കിന് കടമുണ്ട് തങ്ങളെ. ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. ഈ നല്ല ഒരു ദിവസത്തിൽ അല്ലാ സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ ഉയർത്തുന്ന കരങ്ങള് അല്ലാ നീ തട്ടി മാറ്റല്ല അല്ലാ, അവരെ കടങ്ങൾ നീ തീർത്തു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ലക്ഷക്കണക്കിന് കടമുണ്ടെങ്കിലും കോടിക്കണക്കിന് കടമുണ്ടെങ്കിലും അല്ലാഹുവേ തീർക്കാനുള്ള മാർഗം നീ എളുപ്പമാക്കണേ അല്ലാ. ഷഹീദിന് പോലും പൊറുക്കാത്ത കടബാധ്യത അല്ലാ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാ, നീ നൽകല്ല അല്ലാ. ഞങ്ങളെ കണ്ണടയുന്നതിന് മുമ്പ് കടങ്ങൾ വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണേ അല്ലാ, നീ എളുപ്പമാക്കണേ തമ്പുരാനെ. ഒരു വീടില്ല തങ്ങളെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട് അല്ലാ. ഹൈറായ ഭവനം നീ പ്രദാനം ചെയ്യണേ അല്ലാ, ഹൈറായ ഭവനം നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. റഹ്മാൻ റഹീമീനായ തമ്പുരാനെ, മക്കളെ കാര്യം പറഞ്ഞുകൊണ്ട് അവരെ വിവാഹ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. ഒരു ഇണകളെ നീ അടുപ്പിക്കണേ അല്ലാ, സ്വലീഹീങ്ങളായ ഇണകളെ നീ അടുപ്പിക്കണേ അല്ലാ, നീ അടുപ്പിച്ച് കൊടുക്കണേ അല്ലാ. അവരുടെ ജോലി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രയാസം പറഞ്ഞു ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. ഹൈറായ ജോലി മക്കൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാ. വിസിറ്റിങ്ങിന് പോയതാണ് തങ്ങളെ, 3-4 മാസമായി റൂമിലാണ്. CV ധാരാളം ഓഫീസുകളിൽ കൊടുത്തു, ഒരു വിളിയുമില്ല തങ്ങളെ. ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട് അല്ലാ, സങ്കടം പറഞ്ഞവരുണ്ട് അല്ലാ. മക്കൾക്ക് ഹൈറായ ജോലി നീ പ്രദാനം ചെയ്യണേ അല്ലാ, നീ പ്രദാനം ചെയ്യണേ അല്ലാ. അർഹമുർ റഹീമീനായ അല്ലാ ഞങ്ങളെ നന്നാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ നല്ല മനസ്സ് നീ നൽകണേ അല്ലാ. ധാരാളം രോഗികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. രോഗങ്ങളെ നീ പരിപൂർണമായി ശിഫാ നീ നൽകണേ അല്ലാ. മാരകമായ ക്യാൻസർ ഞങ്ങൾക്ക് നീ
നൽകല്ല അല്ലാ. ട്യൂമർ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാ. അറ്റാക്ക് ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാ. അല്ലാഹുവേ നിത്യ രോഗികളാക്കി ഞങ്ങളെ മാറ്റല്ല അല്ലാ. പ്രഷർ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാ. പ്രമേഹം ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാ. അല്ലാഹുവേ കൊളസ്ട്രോൾ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാ. ഊരവേദനയിൽ പ്രയാസപ്പെടുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. നീ ശിഫാ പ്രദാനം ചെയ്യണേ അല്ലാ. കാൽവേദനയിൽ പ്രയാസപ്പെടുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. അല്ലാഹുവേ നീ പരിപൂർണമായി ശിഫാ നീ പ്രദാനം ചെയ്യണേ അല്ലാ. കിഡ്നി സംബന്ധമായ രോഗികള്, ലിവർ സംബന്ധമായ രോഗികള്, വയറ് സംബന്ധമായ രോഗികള്, ഹൃദയ സംബന്ധമായ രോഗികള്, അല്ലാഹുവേ തല സംബന്ധമായ രോഗികള്, കാത് സംബന്ധമായ രോഗികള്, കൺ സംബന്ധമായ രോഗികള്, അല്ലാഹുവേ നീ പരിപൂർണ ശിഫാ പ്രദാനം ചെയ്യണേ അല്ലാ. മൈഗ്രീന്റെ തലവേദനയിൽ പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. നീ പരിപൂർണ ശിഫാ നീ പ്രദാനം ചെയ്യണേ അല്ലാ. കൺകാഴ്ച മങ്ങി വരുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. കാഴ്ച ശക്തി നീ പ്രദാനം ചെയ്യണേ അല്ലാ. കേൾവി ശക്തി കുറഞ്ഞു വരുന്നവരുണ്ട് അല്ലാ. അല്ലാഹുവേ കേൾവി ശക്തി നീ പ്രദാനം ചെയ്യണേ അല്ലാ. ഞങ്ങളെ ശരീരത്തിൽ അല്ലാ ഒരു രോഗവും നീ നൽകല്ല അല്ലാ. നീ നൽകല്ല തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങൾ സമ്പാദിച്ച സമ്പത്ത് മുഴുവൻ ഹോസ്പിറ്റലിൽ പോയി കൊണ്ടുപോയി കെട്ടിവെക്കേണ്ട അസുഖങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാ. നീ നൽകല്ല അല്ലാ. നീ നൽകല്ല അല്ലാ. മൂത്രത്തിന് പൈപ്പിട്ട്, കാഷ്ടത്തിന് പൈപ്പിട്ട്, ഭക്ഷണത്തിന് പൈപ്പിട്ട് ഒരു മൂലയിൽ കിടക്കേണ്ട അസുഖങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാ. നീ നൽകല്ല തമ്പുരാനെ. മരണം ഹൈറാകുന്ന സമയത്ത് എല്ലാവരുടെ സാന്നിധ്യത്തിൽ നല്ലത് ചൊല്ലിപ്പറഞ്ഞു മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാ. ഞങ്ങളെ ചേർക്കണേ അല്ലാ. റഹ്മാനായ അല്ലാ ധാരാളം പ്രവാസികളെ ഞങ്ങളെ മജ്ലിസ് കാണുന്നവരുണ്ട് അല്ലാ. ഞങ്ങളെ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നവരുണ്ട് അല്ലാ. മജ്ലിസിലേക്ക് സഹായിക്കുന്നവരുണ്ട് അല്ലാ. സഹകരിക്കുന്ന പ്രവാസികളുണ്ട് അല്ലാ. എൻ്റെ പ്രവാസികളെ നീ കൊയക്കല്ല അല്ലാ. നീ തളർത്തല്ല അല്ലാ. അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കല്ല അല്ലാ. അവർക്ക് ഇടങ്ങേറുകൾ കൊടുക്കല്ല അല്ലാ. അവിടുന്ന് മരണപ്പെട്ട് പെട്ടീനാക്കി ജനാസ നാട്ടിലേക്ക് കൊണ്ടുവരുന്ന അവസ്ഥ ഒരു പ്രവാസിക്ക് നീ കൊടുക്കല്ല അല്ലാ. അല്ലാഹുവേ ആമീൻ പറയുന്ന ഒരു ആമീൻ പറയുന്ന പ്രവാസികളുടെ ഭാര്യമാരുണ്ട് അല്ലാ. അവർക്ക് കൊടുക്കല്ല അല്ലാ. നീ കൊടുക്കല്ല തമ്പുരാനെ. തനാസുൽ മാറി കിട്ടിയിട്ടില്ല തങ്ങളെ. ഈ കാമ റെഡിയായിട്ടില്ല. ദുആസിനെന്ന് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. ആ പ്രയാസങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്ക് റാഹത്ത് നീ പ്രദാനം ചെയ്യണേ അല്ലാ. അല്ലാഹുവേ ധാരാളം ദ്വീപിലുള്ള എൻ്റെ സഹോദരന്മാർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. എൻ്റെ ദ്വീപുകാരൻ നീ കൊയക്കല്ല അല്ലാ. നീ തളർത്തല്ല അല്ലാ. അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കല്ല അല്ലാ. അവർക്ക് ഇടങ്ങേറുകൾ കൊടുക്കല്ല അല്ലാ. ഞങ്ങളുമായി അഭേദ്യമായ ബന്ധമുള്ളവരാണ് ദ്വീപുകാർ. അവരെ കൊയക്കല്ല അല്ലാ. നീ തളർത്തല്ല തമ്പുരാനെ. ധാരാളം ആളുകൾ മജ്ലിസ് അല്ലാ ഒരു മജ്ലിസ് പോലും മുടക്കാത്തവരുണ്ട് അല്ലാ. അവരെ നീ കൊയക്കല്ല അല്ലാ. അവർക്ക് പ്രയാസം കൊടുക്കല്ല അല്ലാ. അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കല്ല അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലുന്ന ദിക്റിന്റെ ഹക്ക് ജാഉ ബർക്കത്ത് കൊണ്ട് അവരെ കടങ്ങളെ നീ വീട്ടി കൊടുക്കണം അല്ലാ. അവരെ പ്രയാസങ്ങൾ നീ തീർത്തു കൊടുക്കണം അല്ലാ. അവരെ മുസീബത്തുകളെ നീ തീർത്ത് സലാമത്തവർക്ക് നീ പ്രദാനം ചെയ്യണം അല്ലാ. ഞങ്ങൾ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ് അല്ലാ. ആക്സിഡന്റ് അപകട മരണങ്ങൾ അല്ലാ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാ. നടുറോട്ടിൽ നിന്ന് പെറുക്കിയെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മയ്യത്താക്കി ഞങ്ങളെ മയ്യത്തിനെ നീ മാറ്റല്ല അല്ലാ. നീ മാറ്റല്ല തമ്പുരാനെ. ധാരാളം സഹോദരിമാരിന്റെ സഹോദരന്മാര് കമന്റ് ബോക്സിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. എല്ലാ മജ്ലിസിന്റെ അടിയിലും കമന്റ് ബോക്സിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. അവരെ മുറാദിനെ നീ ഹാസിലാക്കണേ അല്ലാ. അവരുടെ ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ചു കൊടുക്കണേ അല്ലാ. അവരുടെ പ്രയാസങ്ങൾ നീ തീർത്തു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ അവർക്കും ഞങ്ങൾക്കും നീ റാഹത്ത് പ്രദാനം ചെയ്യണേ അല്ലാ. ഐശ്വര്യം ഞങ്ങളുടെ ജീവിതത്തിൽ നിറക്കണേ അല്ലാ.
അല്ലാ. ധാരാളം ആളുകൾ ഞങ്ങൾ ഇന്ന് മൗത്തായി പോയി അല്ലാ. ഞങ്ങളെ മജ്ലിസ് കണ്ടുകൊണ്ടിരുന്നവര്, കഴിഞ്ഞ വർഷം നമ്മളെ മജ്ലിസിൽ പങ്കെടുത്തവര് ഇന്ന് ഖബറിലാണ് അല്ലാ. 6 അടി മണ്ണിലാണ് തമ്പുരാനെ. അവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. അവരെ ഖബറിടം നീ റാഹത്തിലാക്കണേ അല്ലാ. സ്വർഗ സന്തോഷപൂരിതമാക്കണേ അല്ലാ. സ്വർഗത്തിൽ നിന്നൊരു ഫിറാശ് അവരെ ഖബറിലേക്ക് നീ വിരിപ്പിച്ചിട്ട് കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ 10 മാസം നൊന്ത് പ്രസവിച്ച് മാറോടണച്ച അമ്മിഞ്ഞ പാല് തന്ന പൊന്നാര പൊന്നുമ്മ ഇന്ന് ഖബറിലാണ് അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലുന്ന എല്ലാ ദിക്റുകളും പൊന്നുമ്മാന്റെ ഖബറിലേക്ക് ഇതിന്റെ മിസ്ലി സവാബ് നീ എത്തിക്കണേ അല്ലാ. എത്തിക്കണേ അല്ലാ. ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. ഉമ്മാക്ക് മാപ്പ് ചെയ്യണേ അല്ലാ. അല്ലാഹുവേ ഉമ്മ ചെയ്ത ജീവിതകാലത്ത് ചെയ്ത എല്ലാ അമാലുകളും ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാ. ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ ഈ നിലയിലാവാൻ വേണ്ടി മെഴുകുതിരി ഒരുക്കി തീർന്നതുപോലെ ഒരുക്കി തീർന്ന പൊന്നാര പൊന്നുപ്പ ഇന്ന് ഖബറിലാണ് അല്ലാ. ഉപ്പ ഇന്ന് ഖബറിലാണ് തമ്പുരാനെ. ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. ഉപ്പ ചെയ്ത എല്ലാ അമാലുകളും ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാ. ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാ. ഉപ്പാന്റെ ഖബർ കണ്ടെത്താ ദൂരത്തോളം നീ വിശാല നൽകണേ അല്ലാ. വിശാല നൽകണേ അല്ലാ. വിശാല നൽകണേ തമ്പുരാനെ. റഹ്മുർ റഹീമീനായ അല്ലാ. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും അതുപോലെ മൗത്താകുമല്ലോ. നിങ്ങളെ വീടിന്റെ ഉമ്മരപ്പടിയിൽ ഉണക്കക്കെട്ടിൽ ഞങ്ങളെ മലർത്തി അങ്ങ് കെടുത്തുമല്ലോ. ഈ താടി തലയിലേക്ക് കെട്ടപ്പെടും, മൂക്കില് പഞ്ഞി തിരുകപ്പെടുമല്ലോ. ആ സമയത്ത് മുഖത്തീമാനിന്റെ പ്രഭ നൽകണമല്ലോ. മുഖത്തീമാനിന്റെ പ്രഭ നൽകണമല്ലോ. മുഖത്തീമാനിന്റെ പ്രഭ നൽകണമല്ലോ. ഞങ്ങളെ ജനാസയും ചുമന്ന് വയ്യോരങ്ങളിലൂടെ കൊണ്ടുപോകുന്ന സമയത്ത് ഖദ്ദിമൂനി ഖദ്ദിമൂനി എന്ന് പറയുന്ന ജനാസകളിൽ ഞങ്ങളെ ജനാസയെ ചേർക്കണമല്ലോ. ഞങ്ങളെ ജനാസയെ ചേർക്കണമല്ലോ. ഞങ്ങളെ ജനാസയെ ചേർക്കണേ തമ്പുരാനെ. ഊരക്ക് മുണ്ടിട്ട് ഞങ്ങളെ ഖബറിലേക്ക് ഇറക്കി വെക്കും. ഈ കവിള് മണ്ണിനോട് ചേർക്കപ്പെടുമല്ലോ. ഖബറിൽ രക്ഷ നൽകണമല്ലോ. എന്റെ മലാക്കന്മാരുടെ സഹായം ഖബറിൽ നൽകണമല്ലോ. നീ നൽകണമല്ലോ. തേളുകൾക്കും പാമ്പുകൾക്കും പുഴുക്കൾക്കും പകരം ഞങ്ങൾ ചെയ്ത അമാലുകളെ കൂട്ടാളിയാക്കണമല്ലോ. അമാലുകളെ കൂട്ടാളിയാക്കണേ തമ്പുരാനെ. റഹ്മുർ റഹീമീനായ അല്ലാഹ്. ഉപ്പാപ്പ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുകരങ്ങളിൽ നിന്നും ഹൗദുൽ കൗസർ കുടിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുക്കല്യാണം 2 കണ്ണുകൊണ്ട് കാണാൻ ഏറ്റമേറ്റം ഉദവി നൽകണേ അല്ലാഹ്. ഏറ്റമേറ്റം ഉദവി നൽകണേ അല്ലാഹ്. ബിസ്മില്ലാഹിൽ റഹ്മാനിൽ റഹീം. മിൻ സവാലിൽ ഈമാൻ വമിൻ ശർരിൽ ശൈത്താൻ വമിൻ ദുൽമിസ് സുൽത്താൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.